ആവശ്യമില്ലാത്ത ഈ ആമാവസ്ഥയെ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തു കളയാൻ ഒരു നല്ല ഈ 5 ക്രിയകളാണ് ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ ഒന്ന് നസ്യം എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. അതായത് ചില ആൾക്കാർ ഉറങ്ങുമ്പോൾ മൂക്കടഞ്ഞിരിക്കുകയാണ്, ചിലപ്പോൾ മൈഗ്രെയിൻ വരാം. ഈ മൂക്കടപ്പ് കൊണ്ട് തന്നെ ആൾക്കാരുടെ ഉറക്കം ബുദ്ധിമുട്ടി പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ ഉള്ള മഹാമാരി രോഗങ്ങളിൽ എവിടെയാണ് നമ്മൾ പോയി പരിശോധിക്കുന്നത്? മൂക്കിന്റെ ദ്വാരത്തിലാണ് നമ്മൾ ഒരു അണുക്കളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആ ഒരു ദ്വാരം നമ്മൾ എപ്പോഴും വിശുദ്ധീകരിക്കുന്നത് വളരെ നല്ലതാണ്. അതിനാണ് ഈ നസ്യം എന്നുള്ള ക്രിയ പറയുന്നത്. പിന്നെ വമനം എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. വമനം എന്ന് പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഈ മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഛർദ്ദിക്കാൻ തോന്നും. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ വേദന ഇങ്ങോട്ട് മാറിക്കിട്ടും, ഒരു നല്ലൊരു ശമനം കിട്ടുമെന്ന് പറയും. ഇത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് സേവിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദി വരാം. അതുപോലെ നമ്മൾ ശരീരത്തിൽ ഊർധ്വജത്രു വികാരം എന്ന് പറയും. അതായത് നെഞ്ചിന്റെ മുകളിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള കഫക്കെട്ട് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾക്ക് ഈ കഫത്തിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു നല്ലൊരു ചികിത്സയാണ് വമനം.